ഹലോ മുത്തുമണീസ്, വെൽക്കം ടു യുവർ ഫാമിലി. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ. ഇന്നലെ, അതായത് ജൂൺ 11 എൻ്റെ അനിയത്തിയുടെ ബർത്ത്ഡേ ആയിരുന്നു. ആക്ച്വലി നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ജൂൺ 10 ഞാൻ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അതായത് അവളുടെ ബർത്ത്ഡേയുടെ തലേ ദിവസം അവൾക്കൊരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി ഞാനും ചേട്ടനും കൂടെ പുറത്തു പോയിരുന്നു. തിരിച്ചു വരുമ്പോൾ ഫുഡൊക്കെ വാങ്ങി കഴിച്ച് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ നേരത്തെ എണീറ്റു, ബസ് കയറി കുന്നംകുളത്തേക്ക് വന്നു. അവിടുന്ന് ഓട്ടോ വിളിച്ച് നേരെ എൻ്റെ വീട്ടിലേക്ക് വരുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ. ഈ കാണുന്ന വഴികളൊക്കെ എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ട വഴികളാണ്. ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ട്, ഒരുപാട് മെമ്മറീസ് ഉണ്ട് ആ വഴികൾക്ക് പറയാനായിട്ട്. ഈ റൈറ്റിലേക്ക് പോകുന്ന വഴിയിലാണ് എൻ്റെ കോളേജ് ഉള്ളത്. എൻ്റെ 3 years ഓഫ് ജേർണി അവിടെയായിരുന്നു. അപ്പോൾ അങ്ങനെ ആ വഴി നേരെ വന്ന് എൻ്റെ കോളേജ് കഴിഞ്ഞ് പിന്നെ എൻ്റെ വീട്ടിലേക്കാണ്. വീട്ടിലെത്തിയപ്പോൾ എൻ്റെ ലൂണിമോനെ ഞാൻ കണ്ടു. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തിട്ടുള്ള ഒരാൾ പറഞ്ഞാൽ അത് ഇവനാണ് കേട്ടോ. ഇവൻ എൻ്റെ പെറ്റാണ്, എൻ്റെ ലൂണി. അപ്പോൾ അവൻ അറ്റാച്ച്ഡ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അറ്റാച്ച്ഡ് ആണ്, പക്ഷെ അത് കാണിക്കില്ല, എക്സ്പ്രസ് ചെയ്യില്ല. പക്ഷെ നമ്മളതിനെ കാണാതിരിക്കുന്ന സമയത്തൊക്കെ അവന് ഭയങ്കര സങ്കടമാണ്. അവന് പെട്ടെന്ന് ഡിപ്രഷൻ അടിക്കും, അവൻ ഒറ്റയ്ക്കൊക്കെ പോയിരിക്കും. അങ്ങനെയൊക്കെ ഒരു കൂട്ടത്തിലുള്ള പൂച്ചക്കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അവൻ മമ്മിയായിട്ടാണ് നല്ല കമ്പനി. മമ്മിയുടെ കൂടെയാണ് അവൻ നടക്കുകയുള്ളൂ, എടുക്കുകയുള്ളൂ, ഇരിക്കുകയുള്ളൂ ഒക്കെ മമ്മിയുടെ കൂടെയാണ്. പിന്നെ ഒരു ഹോംലി ഫീലിന് വേണ്ടിയിട്ട് കുറച്ച് 1-2 വീഡിയോ ഞാൻ കുത്തി കയറ്റിയിട്ടുണ്ട്, കാര്യമൊക്കെ ഉണ്ടാ. പിന്നെ വന്ന് കയറിയ ഉടനെ അവനെയും കൊണ്ട് അവൻ്റെ ബെൽറ്റൊക്കെ എടുത്ത് അവനെയും കൊണ്ടൊന്ന് പുറത്തേക്കൊക്കെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഒന്ന് നടന്നു. പിന്നെ മഴ പെയ്തിരിക്കുന്ന കാരണം കൊണ്ട് തന്നെ അവിടെ നല്ല രസമാണ്. കുറച്ച് പച്ചപ്പും ചെടികളും മമ്മിയുടെ അനിയത്തിരിക്കും കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാനും നോക്കാനും കുറച്ച് പറിച്ചെടുക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ ഞാനും അവനും കൂടെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് നേരെ ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് പോയി. അപ്പം മമ്മി ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ കോഴിമുട്ട വറുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ അവർ തലേദിവസം മേടിച്ചിട്ടുള്ള ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ പയറുപ്പേരി ഉണ്ടായിരുന്നു. എനിക്കങ്ങനെ ഒഴിച്ച് കഴിക്കാനായിട്ട് കറിയൊന്നും വേണമെന്നൊന്നുമില്ല കേട്ടോ. ശരിക്കും ഇത് ബർത്ത്ഡേ വ്ളോഗാണോ അതോ ഡേ ഇൻ മൈ ലൈഫാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഉണ്ടായ വിശേഷങ്ങളൊക്കെ നിങ്ങളതിനും കൂടെ നിങ്ങളോടും പറയണ്ടേ, നിങ്ങൾ കേൾക്കണം അത്. അങ്ങനെ വീണ്ടും ലൂണിയായിട്ട് കുറേ കളിച്ചിരുന്ന് അവൻ്റെ ഉമ്മയൊക്കെ മേടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അനിയത്തി സ്കൂളിൽ നിന്ന് വന്നു. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ കുട്ടി, എൻ്റെ അനിയത്തിയാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ 10 വയസ്സ് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അവളുടെ ക്ലാസ്സിലും സ്കൂളിലൊക്കെ ഉണ്ടായ കാര്യങ്ങൾ പറയണം. അവളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, റിതു പറഞ്ഞിട്ട്. അപ്പോൾ ആ കുട്ടി അവൾക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തു. അപ്പോൾ അവൾ വലിയ സന്തോഷമായി. അങ്ങനെ നമ്മൾ മേടിച്ചിട്ടുള്ള ഗിഫ്റ്റും കാര്യങ്ങളും ഒക്കെ അവൾക്ക് കൊടുത്തു. അവൾ ഭയങ്കര ഹാപ്പിയായി. പിന്നെ അതൊക്കെ അവൾ ഫിറ്റ് ആണോ എന്നൊക്കെ നോക്കി. കറക്റ്റായിരുന്നു, ഞാനാണ് സെലക്ട് ചെയ്തത്. പിന്നെ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ടൗണിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ്. ആക്ച്വലി അവൾ പറഞ്ഞിട്ടല്ല, ഞാൻ പറഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അവളങ്ങനെ വീഡിയോ എടുക്കലില്ല, അവൾ എൻ്റെ ഹെൽപ്പറാണ്. അവൾ എനിക്കാണ് എപ്പോഴും വീഡിയോ എടുത്ത് തരാറുള്ളത്. ഞാൻ ടിക്ടോക്കൊക്കെ ചെയ്തിരുന്ന സമയത്ത് എനിക്ക് എൻ്റെ ട്രൈപോഡ് അവളായിരുന്നു. അവൾ പിടിച്ചു തന്നിട്ടുള്ള വീഡിയോ ആണ് ഓൾമോസ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ സംസാരിച്ച് ഇങ്ങനെ നടന്നു വരുമ്പോഴാണ് അമ്മ തൊട്ട് പിന്നിലുണ്ട്. പിന്നെ ആളെന്നെ കാണാനില്ല. ആൾ പറഞ്ഞു, ഞാൻ താക്കോല് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വെച്ചു തോന്നുന്നുണ്ട്, നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് മമ്മി ഓടിപ്പോയി. ബാക്കിലേക്ക് തന്നെ പോയി, വന്ന വഴി അത്രയും തന്നെ ബാക്കിലേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ നേരെ കോമള റെസ്റ്റോറൻറ്റിലേക്ക് പോയി. അവിടെ പോയി ഒരു ചായ കുടിച്ചു, ഒരു ഉഴുന്നുവട കഴിച്ചു. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ ഇറങ്ങി. പിന്നെയും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മേടിച്ചു, തിരിച്ച് വീട്ടിലെത്തി. ഇനി നമുക്ക് കേക്ക് കട്ടിങ്ങിലേക്ക് കിടക്കാം. ഒരു കൊച്ചു കേക്കാണ്. അപ്പോൾ കൊച്ചു കേക്കാണെങ്കിലും ഒരുപാട് സന്തോഷത്തിലാണ് കേട്ടോ അവൾ മുറിക്കുന്നത്. അപ്പോൾ അവൾ കേക്ക് കട്ട് ചെയ്യാണ്, ഞാൻ വീഡിയോ പിടിക്കുകയാണ്. സാധാരണ ഞങ്ങളുടെ ഫാമിലിയിൽ ആരുടെയെങ്കിലും ബർത്ത്ഡേക്ക് വരുമ്പോൾ ആരാണ് അവിടെ ഉള്ളതെന്നുണ്ടെങ്കിൽ അവരെല്ലാവരും കൂടിയിട്ട് ആ ഒരു നൈഫിൽ പിടിച്ചിട്ടാണ് കേക്ക് കട്ട് ചെയ്യാറ്. ഒരു പ്രത്യേക ഫാമിലിയാണ്. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് അവൾ അമ്മയ്ക്ക് കൊടുത്തു, അമ്മ അവൾക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് എനിക്ക് തന്നു, ഞാൻ അവൾക്ക് കൊടുത്തു. പിന്നെ ഞാനൊരു ഫ്യൂസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ കറൻ്റ്ലി ഫേവറേറ്റ് ഇതാണ്. എനിക്ക് ഡയറി മിൽക്ക് സിൽക്കാണ് ഇഷ്ടം, പക്ഷേ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഫ്യൂസാണ് കഴിക്കണം. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു ചെറിയ സെലിബ്രേഷൻ വീഡിയോസാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.